സംഭവിച്ച കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ കൗൺസിലിൽ 26 പേരടങ്ങുന്ന കൗൺസിലിൽ വരുമ്പോൾ നമ്മൾക്കറിയാം പാലാ മുനിസിപ്പാലിറ്റിയിൽ ചെറിയ ഭൂരിപക്ഷത്തിൻ്റെ ഡിഫറൻസിലാണ് നിൽക്കുന്നത്. അവരെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു UDFൻ്റെ ഇതിനകത്ത് പല കാരണങ്ങളാൽ 4-5 പേരോളം 5-6 ആൾക്കാരോളം ഇന്ന് വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ പ്രോബ്ലം ഉള്ള വിഷയമാകുമ്പോൾ അത് തീർച്ചയായിട്ടും കൗൺസിൽ ആവശ്യപ്പെട്ടാൽ നമുക്കത് വോട്ടിങ്ങിലേക്ക് പോകും. വോട്ടിങ്ങിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇത് ക്വാറം ഉണ്ടായിരുന്നു. 26 പേരിൽ എനിക്ക് തോന്നുന്നു 8 പേരോളം മാത്രം മതി ഒരു ക്വാറം തികയാൻ. 1/3 ക്വാറം തികയാൻ വേണ്ടത്. ഉള്ള സാഹചര്യത്തിൽ അത് വോട്ടിങ്ങിലേക്ക് പോകും. ചെയർപേഴ്സണും ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള ഭരണപക്ഷത്തെ കൗൺസിലേഴ്സ് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ എന്താ പറയുക, ഒപ്പോസിഷൻ അവിടെ കൂടുതൽ ക്വാറം തികഞ്ഞതിനാൽ അവിടെ അത് പാസ്സാക്കുകയാണ് ചെയ്തത്. അതാണ് അവിടെ നടന്നത്. നൽകാമെന്ന് മറുപടി കൊടുത്തിട്ടില്ല. ക്ലിയർ ചെയ്യുവാണ്. എൻ്റെ ഫാദറും എൻ്റെ അങ്കിളും ഞങ്ങളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു മരണം ഉണ്ടായിരുന്നു. എൻ്റെ റിലേറ്റീവാണ്. ഇന്നലെ ഡുക്രാന കാരണം ഈ കൗൺസിൽ മാറ്റി വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഈ കൗൺസിൽ വീണ്ടും മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഈ കൗൺസിൽ വന്നത്. അവർ രണ്ടുപേരും മാത്രമല്ല, എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ കൗൺസിലറും കേരള കോൺഗ്രസിൻ്റെ കൗൺസിലറും ഉണ്ടായിരുന്നു. സോ അതുപോലത്തെ നമ്മൾക്ക് അങ്ങനെ ഉള്ളൊരു ഇതിലേക്ക് പോകണ്ട. ക്വാറം അല്ലെങ്കിൽ കൗൺസിൽ വരാൻ പറ്റാത്ത പല പല വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ പലർക്കും കാണാം. നമ്മൾ അതിലേക്ക് പോകണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ഈ ഒരു ഇതിന് ഞാനിപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. കാരണം ഇത് UDF നേതൃത്വത്തിലുമായിട്ടുള്ള ഇത് ഇവിടെ 1-2 കൗൺസിലേഴ്സ് അല്ലെങ്കിൽ ഞങ്ങൾ ആരും എടുക്കേണ്ട ഒരു തീരുമാനമൊന്നുമല്ല. UDF നേതൃത്വമായിട്ട് സംസാരിച്ച് ഏത് തീരുമാനമാണെങ്കിലും ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കും. അതുകൊണ്ട് ഇപ്പോൾ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. വ്യക്തിപരമായി എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്ന പൊസിഷൻ യൂസ് ചെയ്താണ് പറഞ്ഞത്. കാരണം കൗൺസിലേഴ്സ് യൂഷ്വലി രേഖപ്പെടുത്തുമ്പോൾ എൻ്റെ താല്പര്യം പറയും. അതുപോലെ തന്നെയാണ് എൻ്റെ താല്പര്യം ആസ് എൻ ചെയർപേഴ്സൻ്റെ താല്പര്യമാണ് പറഞ്ഞത്. അത് കൊടുക്കരുത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതിങ്ങനെ ഒരു പരിപാടി നടന്നപ്പോൾ ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞ് എന്താ പറയുന്നത് മീഡിയ ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു വിഷയം കൗൺസിലിൽ വരുമ്പം കൗൺസിലിൻ്റെ തീരുമാനം അനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങളുടെ വിയോജിപ്പ് അവിടെ രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. കോൺഗ്രസ് കൗൺസിലേഴ്സ് വന്നവരെല്ലാവരും വിയോജിപ്പ് രേഖപ്പെടുത്തിയായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരേപോലെ ഒറ്റക്കെട്ടായിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ കേരള കോൺഗ്രസിൻ്റെയും സ്വതന്ത്ര മുന്നണിയിലെയും പല ആൾക്കാരില്ലായിരുന്നു. അപ്പോൾ 5-6 ആൾക്കാരില്ലാതിരുന്നൊരു സാഹചര്യത്തിൽ അവിടെ അജണ്ട പാസ്സായി പോകുന്നുള്ള ഓട്ടോമാറ്റിക്കലി പാസ്സായി. അത് വീണ്ടും ഞാനിവിടെ അവിടെ കൗൺസിലിലും പറഞ്ഞു, ഞങ്ങൾ ആരും ഒരാൾ പോലും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, കൊടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ കൗൺസിലിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് മെജോറിറ്റി ഉള്ള വോട്ടിങ്ങിൽ പോകും. അതുകൊണ്ട് ആൾക്കാരില്ലാത്തത് കൊണ്ട് അത് പോയില്ല. തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയുന്നത് കോൺഗ്രസ്സുകാർ ഇപ്പോൾ വരാതിരുന്നവർ അല്ലെങ്കിൽ കേരള കോൺഗ്രസ്സുകാർ വരാതിരുന്നവരോ അപ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരാൾക്ക് പല സാഹചര്യത്താൽ അവർ വരാൻ പറ്റിയില്ല. അതും ഹോസ്പിറ്റൽ കേസസ് ഉൾപ്പെടെയുള്ള കാരണങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും പോകുന്നില്ല. ഇവിടെ ജനനന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അങ്ങനെ ചെയ്യരുതെന്ന്. പക്ഷേ അവിടെ മെജോറിറ്റി ഉള്ളതുകൊണ്ടാണ് കൗൺസിൽ അജണ്ട അവിടെ പാസ്സായത്. നമുക്ക് കൗൺസിലിലേക്ക് വരേണ്ട ഒരു കാര്യമാണ്. എനിക്ക് ഒരിക്കലും തീരുമാനം എടുക്കാൻ പറ്റില്ല. ഒരു അജണ്ട വരുമ്പോഴേ ഇത് കൗൺസിലിൻ്റെ മുന്നിൽ വെക്കാണ്ട് ഒരു തീരുമാനം ചെയർപേഴ്സണ് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ നാളെ കൗൺസിലേഴ്സ് തീർച്ചയായിട്ടും ചോദിക്കും എന്തുകൊണ്ട് ചെയർപേഴ്സൺ ഇങ്ങനെ പറഞ്ഞു. ചെയർപേഴ്സൺ മുൻകൂർ അനുമതിയാണെങ്കിലും എന്താണെങ്കിലും ചെയർപേഴ്സൺ എന്ത് ഡിസ്ക്രിപ്ഷൻ വെച്ചാണ് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ നടത്തിക്കോളൂ എന്ന് പറഞ്ഞത്. ഞാൻ അങ്ങനെ രണ്ടും പറഞ്ഞിട്ടില്ല. അവിടെ മുൻകാലങ്ങളിൽ നടന്ന ഒരു കാര്യം വെച്ചാണ് അവർ വീണ്ടും അപേക്ഷ വെച്ചത്. അത് കൗൺസിലിൻ്റെ പരിഗണനയ്ക്ക് ഇനി വരുമ്പോഴുള്ള സാഹചര്യങ്ങളാണെങ്കിലും ഏത് പാർട്ടിയുടെ ഏത് പ്രോഗ്രാം ആണെങ്കിലും അത് കൗൺസിലിൽ വന്നാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്.